ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാമത്തെ മത്സരം ഡിസംബർ 6-ന് അഡ്ലൈഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. ഇതൊരു പിങ്ക് ബോൾ ടെസ്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഒരു പിങ്ക് ബോൾ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഉപയോഗിക്കുന്ന പിച്ചില് കൂടുതൽ പുല്ലിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ICCയുടെ നിയമം ഒന്നും അല്ലെങ്കിൽ പോലും പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരം നടക്കുന്ന ആ വെന്യൂല് കൂടുതൽ പുല്ല് ഇടാൻ വേണ്ടിയിട്ട് ആ ക്രിക്കറ്റ് ബോർഡുകൾ തയ്യാറാവും. പിങ്ക് പന്തുകൾ ഓരോ ഓവർ കഴിയുന്നതിന് കണക്കായിട്ട് ബോൾ പഴകി കഴിഞ്ഞാൽ സീം കൃത്യമായിട്ട് കാണാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഗ്രൗണ്ടിൽ 4 മില്ലിമീറ്റർ മുതൽ 8 മില്ലിമീറ്റർ വരെ പുല്ല് ക്യൂറേറ്റർ നിലനിർത്തുന്നത്. ഓസ്ട്രേലിയ തോറ്റു നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ടില് പുല്ലിന്റെ അളവ് കൂടാനാണ് സാധ്യത. 10 മില്ലിമീറ്റർ പുല്ലെങ്കിലും ഗ്രൗണ്ടിൽ കാണാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ പിങ്ക് ബോൾ ടെസ്റ്റ് കളിക്കുന്ന സമയത്ത്. കഴിഞ്ഞ തവണ ഇന്ത്യ പിങ്ക് ബോൾ ടെസ്റ്റ് കളിച്ചപ്പോൾ ഇന്ത്യ 36 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യ 36 റൺസിന് ഓൾ ഔട്ട് ആയിട്ടുള്ള ആ മത്സരത്തില് ഗ്രൗണ്ടിലെ പുല്ലിന്റെ അളവ് 8 മില്ലിമീറ്ററിലും കൂടുതലായിരുന്നു. അഡ്ലൈഡിൽ നമ്മളൊരു ടെസ്റ്റ് മത്സരം എങ്ങനെ ജയിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ടോസ് ജയിക്കണം, ആദ്യം ബാറ്റ് ചെയ്യണം. ആദ്യം ബാറ്റ് ചെയ്തിട്ട് ഒരു 400-നടുത്തുള്ള റൺസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തോക്കില്ല. മാറി വരുന്ന ക്രിക്കറ്റ് സാഹചര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യണം. ഒരു 350 റൺസ് എങ്കിലും നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഈ മത്സരം ഇന്ത്യ തോക്കൂലാന്ന് ഇന്ത്യക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അഡ്ലൈഡ് എന്ന് പറയുന്നത് വിരാട് കോഹ്ലിക്ക് വളരെ കൃത്യമായിട്ടുള്ള മികച്ച റെക്കോർഡുള്ള ഒരു ഗ്രൗണ്ടാണ് അഡ്ലൈഡ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പിച്ച് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുക അതേപോലെ തന്നെയാണ് അഡ്ലൈഡും ബിഹേവ് ചെയ്യുക. ആദ്യത്തെ 2 ദിവസം അഡ്ലൈഡിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. എളുപ്പം അങ്ങനെയല്ല, ബൗൺസ് ഉണ്ടായിരിക്കും. ഇപ്പൊ പിങ്ക് ബോൾ ടെസ്റ്റ് ആയതുകൊണ്ട് സീം മൂവ്മെന്റ് ഉണ്ടായിരിക്കും. പക്ഷെ താരതമ്യേന എളുപ്പം ആദ്യത്തെ 2 ദിവസമായിരിക്കും ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ടോസ് വിൻ ചെയ്യുന്ന ടീം ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ടീമിന് കൃത്യമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടത്തെ ഒരു ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ പറയുകയാണെങ്കിൽ അത് 450 റൺസ് ആണ്. ഇവിടത്തെ ആവറേജ് സെക്കൻഡ് ഇന്നിംഗ് സ്കോർ പറയുകയാണെങ്കിൽ അത് 236 റൺസും, ആവറേജ് തേർഡ് ഇന്നിംഗ് സ്കോർ 296 റൺസും, ആവറേജ് ഫോർത്ത് ഇന്നിംഗ് സ്കോർ പറയുകയാണെങ്കിൽ അത് 146 റൺസുമാണ്. അഡ്ലൈഡിൽ വീണിട്ടുള്ള വിക്കറ്റുകളിൽ 74% വിക്കറ്റ് എടുത്തിട്ടുള്ളത് ഫാസ്റ്റ് ബോളേഴ്സ് ആണ്. ബാക്കി മാത്രമേ സ്പിന്നേഴ്സിന് പോയിട്ടുള്ളൂ. എന്നാൽ ഒരു രസകരമായിട്ടുള്ള കണക്ക്, അഡ്ലൈഡ് സ്റ്റേഡിയത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ളത് നെയ്തൻ ലയോൺ ആണ്. പിന്നെ അഡ്ലൈഡ് സ്റ്റേഡിയത്തിൽ രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ളത് ഷെയ്ൻ വോൺ ആണ്. അതിനുശേഷം മാത്രമേ നിലവിൽ കളിക്കുന്ന മിച്ചൽ സ്റ്റാർക്കിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റൂ. പക്ഷെ സ്പിന്നേഴ്സ് അഡ്ലൈഡിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ളത് തേർഡ് ഇന്നിംഗ്സിലും ഫോർത്ത് ഇന്നിംഗ്സിലും ആണ്. പക്ഷെ പിങ്ക് ബോൾ ടെസ്റ്റ് അഡ്ലൈഡിൽ കളിക്കാൻ വേണ്ടി തുടങ്ങിയതോടുകൂടി രവിചന്ദ്രൻ അശ്വിൻ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പിങ്ക് ബോളിൽ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടീമിൽ ഒരു ലെഗ് സ്പിന്നറോ അല്ലെങ്കിൽ ഓവർ സ്പിന്ന് കൂടുതലായിട്ട് എറിയുന്ന ഓഫ് സ്പിന്നറോ ആവശ്യമുണ്ട്. വാഷിംഗ്ടൺ സുന്ദർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൈഡ് സ്പിൻ എറിയുന്ന ഒരു കളിക്കാരനാണ്. നിങ്ങൾ പിങ്ക് ബോളിൽ ഓവർ സ്പിൻ എറിയുന്ന സമയത്ത് ഈ കളി രാത്രിയിൽ നടക്കുമ്പോൾ ആ ഓവർ സ്പിന്നിന് കൊണ്ടുവരുന്ന വേരിയേഷൻസ് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്റർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് നെയ്തൻ ലയൺ ഒരുപാട് ഓവർ സ്പിൻ എറിയും. അതുകൊണ്ടാണ് നെയ്തൻ ലയൺ ഈ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇത്രമാത്രം സക്സസ്ഫുൾ ആകുന്നത്, അല്ലെങ്കിൽ അഡ്ലൈഡിൽ ഇങ്ങനെ വിക്കറ്റ് എടുത്ത് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ രവിചന്ദ്രൻ അശ്വിൻ ഈ മത്സരം കളിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് നടക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് 11 പറ്റിയിട്ട് പറയാം. ഇന്ത്യക്ക് ഒരുപാട് സർപ്രൈസസ് കാത്തിരിക്കുന്ന ഒരു ഫസ്റ്റ് 11 ആയിരിക്കും അഡ്ലൈഡിലേതെന്ന് എനിക്ക് ഉറപ്പാണ്. മത്സരത്തിലെ ഇന്ത്യൻ 11 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓപ്പണിംഗ് കോമ്പിനേഷൻ, കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിട്ടുള്ള ഓപ്പണിംഗ് കോമ്പിനേഷനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് രാഹുലും ജയ്സ്വാളും ഓപ്പൺ ചെയ്യുമ്പം ഞാൻ രോഹിത് ശർമ്മയെ നമ്പർ 3 കളിപ്പിച്ചിട്ട് ശുഭ്മാൻ ഗില്ലിനെ നമ്പർ 5 കളിപ്പിക്കും. വിരാട് കോഹ്ലി നമ്പർ 4 പിന്നെ വാഷിംഗ്ടൺ സുന്ദർ ഒരു സ്പിന്നറായിട്ട് തുടരുമ്പോൾ അർഷദ് റാന, സിറാജ്, ബുംറ എന്നിവരായിരിക്കും എൻ്റെ ഫാസ്റ്റ് ബൗളേഴ്സും. പന്ത് ഒരു വിക്കറ്റ് കീപ്പറുമായിട്ട് എത്തും. ഇതാണ് ഈ മത്സരത്തിൽ എൻ്റെ ഇന്ത്യയുടെ ഫസ്റ്റ് 11. ഇനി ഓസ്ട്രേലിയയുടെ ഫസ്റ്റ് 11 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉസ്മാൻ ഖവാജയുടെ കൂടെ ഓപ്പണറായിട്ട് പരീക്ഷിക്കുന്നത് ജോഷ് ഇംഗിസിനെ ആയിരിക്കും. നമ്പർ 3 ഞാൻ നെയ്തൻ മെക്സീനിനെ കളിപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്തൻ മെക്സീനിക്ക് നമ്പർ 3 ഒരു
ആവറേജ് ഉണ്ട്. അദ്ദേഹം ഒരു ഓപ്പണർ അല്ല, ഒരു മേക്ക് ഷിഫ്റ്റ് ഓപ്പണർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്പർ 3 കളിപ്പിച്ച് സ്മിത്തിനെ നമ്പർ 4-ലും ഹെഡ് നമ്പർ 5-ലും അലസ്കാരി നമ്പർ 6-ലും മിച്ചൽ മാർഷ് നമ്പർ 7-ലും പിന്നീട് ജോഷ് ഹേസൽവുഡ് പരിക്കേറ്റ് പുറത്തു പോയത് കൊണ്ട് തന്നെ സ്കോട്ട് ബോളണ്ടിനെ കളിപ്പിക്കും. സ്കോട്ട് ബോളണ്ട് കഴിഞ്ഞ തവണത്തെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ള ഒരു ബൗളറാണ്. കഴിഞ്ഞ 4 വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റാർക്കിനേക്കാൾ കൂടുതൽ ഫോം കാണിച്ചിട്ടുള്ള ഒരു ബോളറാണ് സ്കോട്ട് ബോളണ്ട് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയക്ക് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ ഈ മത്സരത്തിൽ എടുത്തു കൊടുക്കുന്ന ഒരു പേസർ സ്കോട്ട് ബോളണ്ട് ആയിരിക്കും. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്നതും സ്കോട്ട് ബോളണ്ട് ആയിരിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ലെങ്ത്തിൽ കൃത്യമായിട്ട് ഒരു സ്പേസും തരാണ്ട് എറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്കോട്ട് ബോളണ്ട്. കഴിഞ്ഞ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ തകർത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജോഷ് ഹേസൽവുഡ് പുറത്തു പോകുമ്പോൾ ഇന്ത്യ കുറച്ചൊന്ന് പേടിച്ചിരിക്കണം സ്കോട്ട് ബോളണ്ടിനെ. കേട്ടുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും കാണണം. സ്കോട്ട് ബോളണ്ട് നമ്മളെ തകർക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഡെഡ്ലി ആണ് അദ്ദേഹം. എന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് ലെവലിൽ കളിക്കാത്തതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല അദ്ദേഹത്തിന്റെ പിങ്ക് ബോൾ എക്കണോമി എന്ന് പറയുന്നത് 1.18 ആണ്. ഇന്ത്യൻ ബാറ്റിങ്ങിനെ ചിലപ്പോൾ ഒന്നാകെ കടപുഴക്കി കളയാനുള്ള ഒരു എബിലിറ്റി സ്കോട്ട് ബോളണ്ടിനുണ്ട്. അതുകൊണ്ട് നിസാരക്കാരനല്ല സ്കോട്ട് ബോളണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ പണി കിട്ടും. ഇത് ഞാൻ മുൻകൂട്ടി പറയുന്നതാണ്. നിങ്ങൾ ഇത് ഓർത്തു വെച്ചോ. സ്കോട്ട് ബോളണ്ട് ഇന്ത്യക്ക് പണി തരും. ഡെഡ്ലി ആയിട്ടുള്ള ബോളറാണ്. ജയ്സ്വാൾ ഒന്ന് കരുതിയിരിക്കണം. കഴിഞ്ഞ മത്സരത്തില് ജയ്സ്വാളിനെതിരെ ഷോർട്ട് ബോളുകൾ അധികം ഓസ്ട്രേലിയക്കാർ പരീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇത്തവണ ജയ്സ്വാളിനെതിരെ ഷോർട്ട് ബോളുകൾ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ജയ്സ്വാൾ ക്രീസിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ബോളിനെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിങ്ക് ബോൾ കുത്തിയിട്ട് നല്ല സ്പീഡിൽ ഉള്ളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ക്രീസിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു രീതി ഈ പിങ്ക് ബോൾ ടെസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് അത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. രോഹിത് ശർമ്മ കൃത്യമായിട്ട് എത്ര ബോളുകൾ ലീവ് ചെയ്യാൻ വേണ്ടി പറ്റും അത്രയും ബോളുകൾ ലീവ് ചെയ്യണം. വെറുതെ ഒരു അനാവശ്യ ഷോട്ട് കളിക്കരുത്. അനാവശ്യ ഷോട്ട് കളിച്ചിട്ടാണ് രോഹിത് ശർമ്മ പുറത്താകുന്നത്. ഇംഗ്ലണ്ടിൽ 2021 എങ്ങനെയാണോ രോഹിത് ശർമ്മ സക്സസ്ഫുൾ ആയത്, ഒരുപാട് ബോളുകൾ ലീവ് ചെയ്തിട്ടാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ വിരാട് കോഹ്ലി ഫോമിലാണ്. പിന്നെ രാഹുലും നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. പന്ത് എങ്ങനെയായാലും നല്ല രീതിയിൽ കളിക്കും. അപ്പോൾ ബാറ്റിങ്ങിൽ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ബോളിങ്ങിൽ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഞാൻ കൊടുക്കുന്നത് നമുക്ക് ഓസ്ട്രേലിയക്ക് കൊടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ നന്നായിട്ട് ബോൾ ചെയ്തെങ്കിൽ പോലും എന്താ സംഭവിക്കുക വെച്ചാൽ പിങ്ക് ബോളിൽ കൃത്യമായിട്ട് വിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയക്ക് അറിയാം. മിച്ച് സ്റ്റാർക്കിന്റെ റെക്കോർഡൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതിന്റെ കൂടെ സ്കോട്ട് ബോളണ്ട് ചേരുന്ന സമയത്ത് പേസ് ബോളിംഗിൽ ഓസ്ട്രേലിയക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും. ആദ്യത്തെ 15 ഓവർ ഇന്ത്യ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ, വിക്കറ്റ് ഒന്നും കൊടുക്കാതെ കളിക്കുകയാണെങ്കിൽ ഇന്ത്യ ഈ മത്സരം വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മത്സരം പിങ്ക് ബോൾ ടെസ്റ്റ് ആയതുകൊണ്ട് ഞാനൊരു അഡ്വാൻറ്റേജ് ഓസ്ട്രേലിയക്ക് കൊടുക്കുന്നുണ്ട്. 51% ഓസ്ട്രേലിയ ജയിക്കാനാണ് സാധ്യത, 49% ഇന്ത്യ. എന്നിരുന്നു കഴിഞ്ഞാലും അഡ്ലൈഡിലാണ് ഇന്ത്യ കളിക്കുന്നത്. ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം കഴിഞ്ഞ പിങ്ക് ബോൾ ടെസ്റ്റ് അഡ്ലൈഡിലാണെങ്കിൽ അതേ ടെസ്റ്റിൽ ഇന്ത്യ 36 ഓൾ ഔട്ട് ആയ കാര്യം എല്ലാവരും പറയും. പക്ഷെ ഇന്ത്യ ഒരുപാട് ക്യാച്ച് വിട്ട് കളഞ്ഞിട്ടുണ്ട് ആ മത്സരത്തിൽ. അതിനുശേഷവും ഇന്ത്യക്ക് 36 റൺസിന്റെ ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡ് ആ ഒരു മത്സരത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. സ്കോട്ട് ബോളണ്ട് കളിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഓസ്ട്രേലിയക്ക് ഒരു എഡ്ജ് കൊടുക്കുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം, അദ്ദേഹം വളരെ ഡെഡ്ലി ആയിട്ടുള്ള ബോളറാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബോളിംഗ് വളരെ ഡെഡ്ലിയാണ്. സ്റ്റാർക്കിനേക്കാൾ എഫക്റ്റീവ്നെസ് ആണ്. പൊളിറ്റിക്സ് കൊണ്ടായിരിക്കും അദ്ദേഹം ഫസ്റ്റ് 11 കളിക്കാത്തത്. അദ്ദേഹം പണി തരും. രോഹിത് ശർമ്മക്കെതിരെ ആ ഷോർട്ട് ബോൾ ടാക്ടിക്സ് കൃത്യമായിട്ട് ഓസ്ട്രേലിയ ട്രൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഷോർട്ട് ബോൾ ടാക്ടിക്സിൽ വീഴാതിരിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെതർലാൻഡിനെതിരെ ഒരു റിസ്ക് ഇല്ലാത്ത ഷോട്ടുകൾ കളിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. കഴിഞ്ഞ WTC ഫൈനലിൽ രോഹിത് ശർമ്മ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന സമയത്ത് നെതർലാൻഡ് വന്നു, എന്നിട്ട് ഒരു സ്വീപ് ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആ സ്വീപ് ഷോട്ടിലാണ് രോഹിത് ശർമ്മ പുറത്തായിട്ടുള്ളത്. അതേപോലെ തന്നെ 2021 ടൂറിൽ സിഡ്നി ടെസ്റ്റില് രോഹിത് ശർമ്മ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് നെതർലാൻഡിന് 6 അടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതും സക്സസ്ഫുൾ ആയിട്ടില്ല. 6 തവണ നെതർലാൻഡിന് വിക്കറ്റ് കൊടുത്തിട്ടുണ്ട് രോഹിത് ശർമ്മ. അതുകൊണ്ട് തന്നെ നെതർലാൻഡിനെ ഒന്ന് റെസ്പെക്ട് ചെയ്ത് കളിക്കുക, ഒരു തെറ്റുമില്ല അതിൽ. അത് രോഹിത് ശർമ്മ ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. KL രാഹുൽ പിന്നെ എല്ലാ പരമ്പരയുടെയും ആദ്യത്തെ ടെസ്റ്റ് വളരെ മികച്ച രീതിയിൽ കളിക്കും. പിന്നെയാണ് അദ്ദേഹത്തിന്റെ ഫോം ഒന്ന് കുറയുക.
കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കയിൽ പോയി നടന്നിട്ടുള്ള സീരീസിലെ ആദ്യത്തെ മത്സരത്തിലും KL രാഹുൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഫോമിൽ ഒരു ഡിപ്പ് വരുന്നത്. എല്ലാ ടെസ്റ്റ് സീരീസിന്റെ ആദ്യത്തെ മത്സരം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് KL രാഹുൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫോം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു.